ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ച് നമുക്കിനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ സച്ചി സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണ്. ഇത്രവും നാള് സുതി പറ്റിക്കുകയായിരുന്നു. തന്നെ മാത്രമല്ല കുടുംബക്കാരെ അടക്കം ഭാര്യ അടക്കം പറ്റിക്കുകയായിരുന്നു എന്നുള്ള ആ ഒരു വാർത്ത നമ്മുടെ സച്ചി അറിയുകയാണ്. സച്ചി നേരെ വിട്ടു പാർക്കിലേക്ക്. ഏതായാലും പാർക്കിൽ ചെന്ന് നേരിട്ട് ആ കാഴ്ച കണ്ടു സച്ചി. ഏതായാലും സച്ചി ആ കാഴ്ച കണ്ടു. എന്നിട്ടും സച്ചിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ സച്ചിക്ക് അറിയാമല്ലോ സുതി ആരാന്നും സുതി എങ്ങനെയുള്ളവനാണെന്നും സുതി കള്ളത്തരം കൊണ്ട് മാത്രം ജീവിക്കുന്നവനാണെന്നും. അങ്ങനെ അമ്പട കള്ള നിന്നെ ഞാൻ ഉണ്ടടാന്നും പറഞ്ഞ് നമ്മുടെ സച്ചി അന്നത്തെ ഓട്ടോ ഒക്കെ കളഞ്ഞിട്ട് അവിടെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും അവിടെ നിന്നിട്ട് നമ്മുടെ സുതി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പകർത്തുകയാണ്. രസമുണ്ട് കേട്ടോ ആ ഒരു വീഡിയോയിൽ പകർത്തുന്നതൊക്കെ കാണാനായിട്ട്. രാവിലെ ചെല്ലുന്നു, സ്നാക്സ് എടുത്ത് കഴിക്കുന്നു. അതിനിടയിൽ പാർക്കിൽ ഈ മറ്റേ ഒരാൾ അങ്ങോട്ട് ഇരിക്കുമ്പോൾ പൊങ്ങും, ഒരാൾ ഇവിടെ ഇരിക്കുമ്പോൾ പൊങ്ങും, അങ്ങനെ ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു പ്ലേ ചെയ്യുന്ന ആ ഒരു ഇതിലൊക്കെ കയറി അവർ രണ്ടുപേരും, രണ്ട് കൂട്ടുകാരാണല്ലോ ഉള്ളത്, അവർ രണ്ടുപേരും ഭയങ്കര കളിയാണ്. അങ്ങനെ കളിക്കുന്നു, ഇങ്ങനെ കളിക്കുന്നു, അതിനിടയിൽ ഓട്ടപ്പിടുത്തം വരെ കളിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സച്ചി വീഡിയോയിൽ പകർത്തുകയാണ് കേട്ടോ. എന്നിട്ട് ഇതൊരു ഷോർട്ട് ഫിലിമിന്റെ രൂപത്തിലാണ് കൊണ്ടുപോയി അവതരിപ്പിക്കാൻ പോകുന്നത്. ഏതായാലും ഇത് പകർത്തുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. നമ്മുടെ സുധിയുടെ ഓരോ കാര്യങ്ങളും, ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പകുത്ത് കഴിക്കുന്നതും ഒക്കെ. അങ്ങനെ ഇരിക്കെ നമ്മുടെ സച്ചി ഇതൊക്കെ കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ്. സുധി വന്നിട്ടല്ലേ, പക്ഷെ അവിടെ ശ്രുതിയും അതുപോലെ തന്നെ വർഷയും ചന്ദ്രയും രേവതിയും എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും ഉള്ള ആ ഒരു സമയത്താണ് ഇത് അങ്ങോട്ട് കൊണ്ടുചെല്ലുന്നത്. അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാവരും വിളിക്കും, എല്ലാവരും വാ, പെട്ടെന്ന് വാ, ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വാ, ഞാനൊരു ഫിലിം കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്കതൊന്ന് കാണാന്ന് പറഞ്ഞു. അപ്പൊ സച്ചിയല്ല ചന്ദ്ര പറഞ്ഞു, എന്തോ ഫിലിം? ഇവിടെ ആരും ഫിലിം ഒന്നും കാണാറില്ല, നിനക്കറിയത്തില്ലേ? TV കണ്ടിട്ട് എത്ര ദിവസമായി എന്ന് പറഞ്ഞപ്പം, ഇത് കണ്ടേ പറ്റൂ, ഇത് പ്രത്യേകിച്ച് കാണേണ്ടത് എൻ്റെ പൊന്നാര അമ്മ തന്നെയാണ്. അല്ല പിന്നെ ശ്രുതിനെ കണ്ടില്ലല്ലോ, എന്തി എൻ്റെ പൗഡർ ഏടത്തി? അപ്പൊ ഏടത്തി ഇറങ്ങി വന്നു, ശ്രുതി ഇറങ്ങി വന്നു. ഏടത്തിയും ഇത് കാണേണ്ടതാണ്. ഏതായാലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുണ്ടല്ലോ, നാഷണൽ അവാർഡ് വരെ കിട്ടും, ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അവാർഡ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചേട്ടാ എന്താ സച്ചേട്ടാ ഇത്, എന്താ പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാൻ രേവതി, നമ്മളെ ഒരുത്തൻ ഇവിടെ ഇട്ട് പൊട്ടം കളിപ്പിക്കുന്നുണ്ട്. കള്ളത്തരം മൊത്തം കയ്യോടുകൂടി പിടിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ശ്രുതി പേടിച്ചു പോകും. എൻ്റെ ഈശ്വര, ഇനി എൻ്റെ കള്ളത്തരം വല്ലതും കണ്ടുപിടിച്ചതായിരിക്കോ ദൈവമേ, ഇനിയിപ്പൊ എനിക്കറിയില്ല, പേടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി നിൽക്കുന്നു. പക്ഷെ ശ്രുതിക്ക് അറിയില്ലല്ലോ കെട്ടിയോന്റെ കള്ളത്തരവോ കണ്ടുപിടിച്ചതെന്ന്. അങ്ങനെ രവീന്ദ്രനും വന്നു. അങ്ങനെ രവീന്ദ്രൻ വരുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ രവീന്ദ്രൻ വരികയാണ്. അപ്പോഴത്തേക്ക് വന്നാൽ പിന്നെ നമ്മുടെ ആരാ സുധിയും കൂടെ വന്നിട്ട് ഇത് പ്ലേ ചെയ്യാൻ ഓർത്തിരിക്കുകയാണ്. അങ്ങനെ സുധിയും വന്നു. എന്നാ പിന്നെ എല്ലാവരും ആയല്ലോ. സച്ചി പറഞ്ഞു, ഓക്കെ സമയമായി, ഇന്നത്തെ ഷോ ഓടാൻ സമയമായി, എന്നാ പിന്നെ ഷോ ഓടിച്ചിട്ട് തന്ന കാര്യം എന്നും പറഞ്ഞ് നേരെ ഇത് കൊണ്ടുപോയി TV ഒരു പെൻഡ്രൈവിലാക്കി ഒരു ഷോർട്ട് ഫിലിം പോലെ ഇത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സുധിയുടെയും ചന്ദ്രയുടെയൊക്കെ ചങ്കിലെടുത്ത് വീണില്ലേ. ചന്ദ്രയാണെങ്കിൽ സുധീനും ഒന്ന് നോക്കി. സുധിയാണെങ്കിൽ അവിടെ നിൽക്കണോ ഓടണോ പോകണോ, നിന്ന നിപ്പിന് താഴേക്കൊന്ന് പോയാൽ മതി എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ സുധി അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു. സുധി തിരിഞ്ഞിങ്ങനെ നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന്, നിക്കടാ നീ അവിടെ, നീ അങ്ങോട്ട് പോവാടാന്ന് ചോദിച്ചു. അപ്പൊ അത് പിന്നെ ഞാന്, എടാ ഇത് നിനക്കുള്ളതാ, നീ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇതെല്ലാം കാണുകയാണ്. വർഷയൊക്കെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുക. ഏതായാലും ഒരു മിനിറ്റിനുള്ളിൽ ആ ഒരു ഇത് മൊത്തം കണ്ടു കഴിഞ്ഞു. അപ്പോഴേക്കും ശ്രുതി വന്ന് ചോദിച്ചു, ഇതെന്താ സുധി എന്താ പാർക്കില്, ഇതെന്താ സുധി എന്താ സുധി കാണിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, സുധി കാണിച്ചത് എന്താണെന്നൊക്കെ ഞാൻ പറയാം. അല്ല, ഇവൻ ഏത് കാർ ഷോറൂമിലാണ് എൻ്റെ അടുത്ത് ജോലി മേടിച്ചു കൊടുത്തത്? അത് പിന്നെ സച്ചിയോട് ഇപ്പം പറയേണ്ട കാര്യമില്ലല്ലോ. എന്നോട് പറയേണ്ട കാര്യമില്ലെങ്കിൽ പറയണ്ട. ഏതായാലുവേ ഒരു കാർ ഷോറൂമിലും പൗഡർ എടുത്തിയുടെ ഭർത്താവിന് ജോലിയില്ല. ജോലിയും വേലയും കൂലിയും ഇല്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരുത്തനായി നിൽക്കുന്നത്. നട്ടനില്ലാത്ത മരക്കഴുത എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ
മട്ട ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ചന്ദ്രയുടെ മുഖം കണ്ടിട്ടോ ഒരു ഇതും തോന്നുന്നില്ല കേട്ടോ. അപ്പൊ സച്ചി ചോദിച്ചു, എന്തു പറ്റി അമ്മയ്ക്കൊരു ഞെട്ടലില്ലാത്തത്? അറിഞ്ഞുകൊണ്ടായിരിക്കും അല്ലേ, അമ്മയും അറിഞ്ഞുകൊണ്ടായിരിക്കും അല്ലേ. പൊന്നാര മോനെ അങ്ങോട്ടേ, എന്തൊക്കെയാ പറയുന്നത്? സെയിൽസ് മാനേജര്, എന്തൊക്കെയാ ഇൻസെന്റീവ്, പിന്നെ എന്തൊക്കെയാ, എന്താ പ്രമോഷന്? ഇതാണോ പ്രമോഷൻ? പ്രമോഷൻ കിട്ടിയതായിരിക്കും അല്ലേ പാർക്കിൽ പോയി ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നത്. എടാ നിനക്ക് നാണമില്ലേടാ? എനിക്കൊരു പ്രാവശ്യം ഇവിടെ ജോലി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് നീയും നിന്റെ ഭാര്യയും കൂടെ എന്തുമാത്രമാണ് എന്നെ രേവതീനെ കുറ്റപ്പെടുത്തിയത്. അച്ഛാ കണ്ടോ, ഇവന് ജോലിയില്ല, വേലയില്ല, കൂലിയില്ല, ഇവൻ തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. പൗർണയിടത്തിയുടെ കാര്യം പോക്ക. നട്ടലില്ലാത്തൊരു കെട്ടിയോനെയാണേ പൗർണയിടത്തേക്ക് കിട്ടിയിരിക്കുന്നത്. കഴിവില്ല, പണിയെടുത്തോണ്ട് തരാൻ കഴിവുള്ള ഭർത്താക്കന്മാരെ കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ. ഇനിയിപ്പം ഡ്രൈവർ ജോലിയൊക്കെ പുച്ഛമായിരിക്കുമല്ലോ അല്ലേ പൗഡറിടത്തേക്ക്, അല്ലെ? ഈ സൂട്ടും കൂട്ടും ഒക്കെ ഇണിഞ്ഞ് ഈ പാർക്കിൽ പോയി തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതിന് കുഴപ്പമില്ലല്ലേ എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ രേവതിക്ക് എന്തൊക്കെയോ ചെറിയ ആശ്വാസമായിട്ടോ. രേവതി ഇതൊക്കെ കണ്ടിട്ട് നിന്ന് പുച്ഛിച്ച് തന്നെ ചിരിക്കുകയാണ്. കാരണം രേവതിനെ അത്രമാത്രം ചന്ദ്രയുടെ കൂടെ ചേർന്ന് ശ്രുതിയും വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി അപ്പൊ പ്രതികരിക്കുകയാണ്. ഇപ്പം ഒന്നും പറയാനില്ലേ അമ്മയ്ക്ക്? അല്ല, അമ്മ പറയുമായിരുന്നല്ലോ എന്റെ ഭർത്താവിന് ജോലി ഇല്ലാത്തപ്പം ഈ വീട് എങ്ങനെ കഴിയുമെന്നൊക്കെ. എന്നിട്ട് മാസങ്ങളായി അമ്മയുടെ മോൻ അമ്മേനെ പറ്റിച്ചോണ്ടിരുന്നിട്ട് അമ്മയ്ക്ക് ഒന്നും പറയാനില്ലേന്ന് ചോദിച്ചു. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ അപ്പം ശ്രുതി ഇങ്ങ് വന്നിട്ട് ചോദിച്ചു, അമ്മയും കൂടെ അറിഞ്ഞോണ്ടായിരുന്നല്ലേ ഇത്? അമ്മയ്ക്ക് ഇത് അറിയായിരുന്നല്ലേ? അയ്യോ മോളെ, എനിക്കിത് അറിയത്തില്ലായിരുന്നു പറഞ്ഞു. അപ്പൊ ശ്രുതി പറഞ്ഞു, ഏയ് അമ്മ വെറുതെ പറയുന്നതാ, അമ്മയ്ക്കിത് അറിയായിരുന്നെന്നും പറഞ്ഞു. രണ്ടുപേരുടെയും പിടി അവിടെ വീണു. രവീന്ദ്രൻ ഇങ്ങ് വന്നു. രവീന്ദ്രൻ വന്നിട്ട് എന്താടാ ശ്രുതി കാണുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ, ഞാൻ പേടിച്ചിട്ടാ ഇവിടെ ഒന്നും പറയാത്തത്. പേടിച്ചിട്ട് ഇവിടെ ഒന്നും നീ പറഞ്ഞില്ലല്ലേ? എടാ, നീ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണും കൊച്ചിനെ നീ ചതിക്കുന്ന പോലെയല്ലേടാ ഈ കാണിച്ചത്. അവള് നിന്നെ വിശ്വസിച്ചിട്ടല്ലേ നിന്റെ കൂടെ ജീവിക്കണത്. അവള് പണിയെടുത്ത് നിന്നെ പോറ്റേണ്ട അവസ്ഥ. എടാ നാണമില്ല, നീയൊക്കെ നട്ടലുള്ള ആണുങ്ങളാണോടാ? നീ എന്റെ മകനാന്ന് പറയാൻ വരെ എനിക്ക് ലജ്ജ തോന്നുക. കഴിഞ്ഞ ദിവസം ഇവിടെ എന്നോട് ശ്രീകാന്ത് എന്താ വന്ന് പറഞ്ഞത്? നിനക്കവിടെ നല്ലൊരു സ്ഥാനമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പൊ അതൊക്കെ വെറുതെ ആയിരുന്നല്ലേ? അപ്പോഴാണ് വർഷ പെട്ടെന്ന് പുറകിലേക്കൊന്ന് ചിന്തിക്കുന്നത്. അപ്പൊ വർഷ പറയാ, അതെ സുധിയേട്ടനെ അവിടെ ഉള്ളവർക്ക് അറിയില്ലെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ സുധിയേട്ടനെ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പം സുധിയേട്ടൻ അവരുടെ കൊടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് അവര് അറിയാന്ന് പറഞ്ഞത്. ശ്രീകാന്തേ, ഇതിലെന്തോ കള്ളത്തരമുണ്ട്. എങ്കിലും മോശമായിപ്പോയി സുധിയേട്ടാ, ഇത് വളരെയധികം മോശമായിപ്പോയി, ചീപ്പായിപ്പോയി എന്ന് പറയാം. കാരണം ഇങ്ങനെയൊക്കെ വീട്ടുകാരെ പറ്റിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാല്, അത് ഇത്രയും മാസത്തോളം പറ്റിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാല് അത് നാണം കെട്ട ഒരു ഏർപ്പാടായി പോയില്ലേ. ഇതിലേതായാലും ഞാൻ സച്ചേട്ടന്റെ കൂടെ നിൽക്കത്തുള്ളൂ. സച്ചേട്ടനെ ഈ കാര്യത്തില് നല്ല കരുത്തുള്ള ഒരു ഉശിരുള്ള ആണ് തന്നെയാന്ന് പറഞ്ഞു. കാരണം സ്വന്തം ഭാര്യനെ അതിപ്പം ഡ്രൈവർ ആണെങ്കിലും നോക്കുന്നുണ്ടല്ലോ, ഈ കുടുംബം നോക്കുന്നുണ്ടല്ലോ, നുണ പറയുന്നില്ലല്ലോ. ഇതിപ്പം എന്താ പറയുക ഞാന്, തരം താഴ്ന്നൊരവസ്ഥയായി പോയെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ശ്രുതി നിന്ന് ഉരുകുകയാണ് കേട്ടോ. വെന്തുരുകയാണ്. ശ്രുതിക്ക് എന്തു പറയണമെന്ന് അറിയില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ശ്രുതി ദേഷ്യം വന്ന് പോയി, റൂമിലേക്ക് പോയി. പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു, പുറകെ ചെല്ലടാന്ന് പറഞ്ഞു. അമ്മേ, ഞാൻ എങ്ങനെയാ അമ്മേ ചെല്ലുന്നത്? എനിക്ക് പേടിയമ്മേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, അയ്യോ പേടിച്ചിപ്പാവും മൂത്രം ഒഴിക്കൂലോ. അല്ല, ഇനിയിപ്പോ മൂത്രം പോയി അവിടെ നനഞ്ഞു കിടക്കുന്നല്ലോ തോന്നുന്നു പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ ഒറ്റ ഒരുത്തനാ ഇവന്റെ കുടുംബം നശിപ്പിക്കുന്നത്. ഇതിന്റെ കാര്യം നിനക്കുണ്ടായിരുന്നോ? അപ്പം വർഷയും പറഞ്ഞു കേട്ടോ, അതെ സച്ചേട്ടാ, അത് വേണ്ടായിരുന്നു. സച്ചേട്ടൻ നീ കണ്ടുപിടിച്ചതൊക്കെ ശരിയാണ്, പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ ഇത് അവതരിപ്പിച്ചത് അത്രയ്ക്ക് ശരിയായില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുധിയേട്ടനോട് സംസാരിച്ച് അങ്ങ് തീർത്താൽ മതിയായിരുന്നു. ഇതിപ്പം ശ്രുതി ചേച്ചിയും കൂടെ അങ്ങ് വല്ലാണ്ടായി പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, പിന്നെ ഇവിടെ എന്റെ ഭാര്യയുടെ മേക്കിട്ട് കയറുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ ഇവന് നൊന്തപ്പോ എല്ലാവർക്കും നോവുന്നുണ്ടല്ലേ? നോവണം. ഞാനിത് മനഃപൂർവ്വം തന്നെ കൊണ്ട് കാണിച്ചതാ. എല്ലാത്തിന്റെ അഹങ്കാരം ഇവിടം കൊണ്ട് അവസാനിക്കണം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് കൊണ്ട് കാണിച്ചതെന്ന് പറഞ്ഞു. രവീന്ദ്രൻ വല്ലാത്തൊരവസ്ഥയിലിരിക്കുക. അങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് നമ്മുടെ ശ്രുതി കാല് പിടിക്കാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. ശ്രുതി മാപ്പ് തരൂന്ന് പറഞ്ഞാ ചെല്ലുന്നത്. ഏതായാലും ശ്രുതി മാപ്പ് കൊടുക്കും. കാരണം ശ്രുതി മാപ്പ് കൊടുക്കാതിരിക്കില്ല. അതിലും വലിയ തെറ്റുകൾ, കള്ളത്തരങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രുതി എങ്ങനെ മാപ്പ് കൊടുക്കാതിരിക്കും? ശ്രുതി എങ്ങനെ മാപ്പ് കൊടുക്കാതിരിക്കും? ഏതായാലും ഇന്നത്തെ വിശേഷം ഇവിടെ കൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തുകയാണ് കേട്ടോ. നമ്മളൊരു 8
10 മിനിറ്റ് കൂടുതലൊന്നും ഇതിലിപ്പം വിശേഷം തൽക്കാലം പറയുന്നില്ല. കാരണം നമുക്ക് മോണിറ്റൈസ് ആയിട്ടില്ല ഈ ചാനൽ. മോണിറ്റൈസ് ആകണമെങ്കിൽ ഇനിയും ഒരു 500 സബ്സ്ക്രൈബേഴ്സും കൂടെ നമുക്ക് കിട്ടാനുണ്ട്. അത് കഴിയുമ്പോൾ നമ്മളൊരു 2-3 ദിവസത്തെ എപ്പിസോഡ് ഒരുമിച്ച് പറയുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഏതായാലും മോണിറ്റേഷനൊക്കെ ആകാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലാണ്. ഏതായാലും ഉടനെ തന്നെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മൾ ഒരു മാസം കൊണ്ട് ഈ ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയൊക്കെ രേഖപ്പെടുത്തി നിർത്തുകയാണ്. ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വിശേഷവുമായിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.